എവരിവൺ സീക്ക് ഇൻഫർമേഷൻ ഡെസ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കുവൈറ്റ് MOH ആപ്പിൽ കൂടി എങ്ങനെയാണ് നമ്മുടെ സർട്ടിഫിക്കറ്റോ ഈക്വലൻസ് സർട്ടിഫിക്കറ്റോ അപ്ലോഡ് ചെയ്യുക എന്നതാണ്. ഇപ്പോൾ കുവൈറ്റിലെ എല്ലാവർക്കും തന്നെ എല്ലാ സ്റ്റാഫിനും തന്നെ MOHലെ സ്റ്റാഫിന് മെസ്സേജ് വന്നിട്ടുണ്ട് 10-12 ദിവസത്തിനുള്ളിൽ ഈ ആപ്പിൽ കൂടി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഈക്വലൻസി ഉള്ളവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവാം. രണ്ട് പേർക്കും ഇത് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഉള്ളവർക്കാണെങ്കിൽ ആ ഈക്വലൻസ് സർട്ടിഫിക്കറ്റ് PDF ആയിട്ട് ആദ്യം തന്നെ മൊബൈലിൽ സേവ് ചെയ്തിടേണ്ടതാണ്. അതുപോലെ തന്നെ ഡിപ്ലോമയാണ്, ഡിഗ്രിയാണ്, നമ്മൾ ഏത് സർട്ടിഫിക്കറ്റാണ് ഈക്വലൻസിക്ക് കൊടുത്തത് ആ ഒരു സർട്ടിഫിക്കറ്റും നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സേവ് ചെയ്തിടണം. അതിനുശേഷം ഇപ്പോൾ ഇല്ലാത്തവരാണെങ്കിൽ ഈക്വലൻസി ഇല്ലാത്തവരാണെങ്കിൽ ക്വാർട്ടർ വേ ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ തന്നെ എല്ലാവരും ക്വാർട്ടർ വേ ചെയ്യാത്തവരാണെങ്കിൽ അത് ചെയ്യേണ്ടതാണ്. ക്വാർട്ടർ വേ ചെയ്തവരാണെങ്കിൽ അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഉണ്ടാവും സാഗേൽ ആപ്പിൽ ഫൈനലിൽ ഇപ്പോൾ എന്താണ് വന്ന് നടക്കുന്നത്, അണ്ടർ പ്രോസസ് ക്വാർട്ടർ വേ അങ്ങനെ വന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക. ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്നെങ്കിൽ അത് PDF ആയിട്ട് സേവ് ചെയ്ത് വെക്കുക. അത് ഈ ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെയായിട്ട് അത് ചെയ്യേണ്ടതാണ്. അത് സ്ക്രീൻഷോട്ടായിട്ടാണ്, ഫോട്ടോ ആയിട്ടാണെങ്കിലും നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിന് ശേഷം വേണം ഈ ആപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. അതിന് ശേഷം പ്ലേ സ്റ്റോറിൽ പോയി ഇത് MOHES എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ സ്മാർട്ട് വഞ്ചിൻ്റെ ഇമെയിൽ ID യും അതിൻ്റെ പാസ്വേഡ് ഇട്ടാണ് തുറക്കേണ്ടത്. ഞാൻ ഓൾറെഡി തുറന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആയി വരുന്നത്. അപ്പോൾ അത് തുറന്നു കഴിയുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ പേര്, സിവിൽ ID നമ്പർ, നമ്മുടെ സ്പോൺസർ ആരാന്ന്, നമ്മുടെ പ്രൊഫഷനൊക്കെ കാണാൻ പറ്റും, നമ്മുടെ ലീവ് ബാലൻസ്. പിന്നെ അതിൻ്റെ ഹോം പേജിൽ സർവീസ്, നോട്ടിഫിക്കേഷൻ, അങ്ങനെ പിന്നെ 4 ഓപ്ഷനും ഉണ്ട്. അതിനകത്ത് സർവീസിൽ പോകുമ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ലീവ് ബാലൻസ്, ട്രാൻസ്ഫർ റിക്വസ്റ്റ്, ഇൻഫോക്സ്, അങ്ങനെ കുറേ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് അപ്ഡേറ്റ് എംപ്ലോയ്മെൻറ്റ് ഡേറ്റയിൽ പോവുക. എംപ്ലോയ്മെൻറ്റ് ഡേറ്റ ഓപ്പൺ ചെയ്യുമ്പോൾ ക്രിയേറ്റ് ന്യൂ അക്കാഡമിക് ലിസ്റ്റ് ഓഫ് അക്കാഡമിക് സർട്ടിഫിക്കറ്റ് ഈക്വലൻസി എന്ന് വരും. അതിൽ ക്രിയേറ്റ് ന്യൂ അക്കാഡമിക് സർട്ടിഫിക്കറ്റ് ഈക്വലൻസിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ഓപ്ഷൻ കാണാൻ പറ്റും. അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കൺട്രി ഓഫ് ഗ്രാജുവേഷൻ, അപ്പോൾ എവിടെയാണ് നമ്മൾ പഠിച്ചതെന്നുള്ളത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇന്ത്യയിലാണ്, അതുകൊണ്ട് ഇന്ത്യ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം എക്കണോമിക് ക്വാളിഫിക്കേഷൻ, ഏത് സർട്ടിഫിക്കറ്റാണ് നമ്മൾ ഈക്വലൻസിക്ക് വിട്ടത്. ഞാൻ വിട്ടത് ഡിപ്ലോമയാണ്, ഡിപ്ലോമ കൊണ്ട് ആഡ് ചെയ്ത് വിട്ടു. യൂണിവേഴ്സിറ്റി, നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ നമ്മളിപ്പം ഈക്വലൻസിക്ക് വിട്ട സർട്ടിഫിക്കറ്റിൻ്റെ മുകളിലുണ്ട്, അതെവിടെയാണ്, കേരള നഴ്സിംഗ് കൗൺസിലാണ്, കർണാടക നഴ്സിംഗ് കൗൺസിൽ, അങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക. അതല്ലെങ്കിൽ ചിലരുണ്ട് രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, അപ്പോൾ അതെന്താണോ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലാണ്, ഞാനതുകൊണ്ട് അത് ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമ്മുടെ സ്കൂളിൻ്റെ പേര് ആഡ് ചെയ്ത് കൊടുക്കുക. സ്കൂളിൻ്റെ പേര് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് സ്കൂളിൻ്റെ പേര് ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഗ്രാജുവേഷൻ ഡേറ്റ് കൊടുക്കുക. അതായത് നമ്മുടെ സർട്ടിഫിക്കറ്റിലുണ്ട് ലാസ്റ്റ് നമുക്ക് കിട്ടിയേക്കുന്ന നമ്മുടെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റർ സർട്ടിഫിക്കറ്റിലുണ്ടാവും നമ്മുടെ ഗ്രാജുവേഷൻ ഡേറ്റ് ഏതാണ്. അത് ഡേറ്റ് വൈസായിട്ട് തന്നെ, ഡേറ്റും മന്തും ഇയറും വരണം. ചിലരുടെ സർട്ടിഫിക്കറ്റിൽ അത് മന്തും ഇയറും മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ഏത് മന്താണെന്നുള്ളതെന്ന് നോക്കിയിട്ട്, എൻ്റെ ഇപ്പം ഓഗസ്റ്റാണ്, 2007 ഓഗസ്റ്റാണ്. ഞാനതിപ്പം ഓഗസ്റ്റ് എടുത്തിട്ട് ഓഗസ്റ്റ് 30 ഇട്ട് കൊടുക്കും. അപ്പോൾ അത് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടും. 30 ഓഗസ്റ്റ് 7 കിട്ടും. അതിനുശേഷം ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ്, ഓൾറെഡി നമ്മൾ സർട്ടിഫിക്കറ്റ് PDF ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ സേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിപ്ലോമ എന്ന് പറഞ്ഞ് സേവ് ചെയ്തിട്ടുണ്ട്. ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം ആണ് അടുത്ത ഓപ്ഷൻ വരുന്നത്. അതുവരെ അത് കാണാൻ പറ്റത്തില്ല നമുക്ക്. അത്രയും ചെയ്ത് കഴിയുമ്പോഴാണ് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ വരും. ഈക്വലൻസി ഉള്ളവർക്കാണ് അത് എസ് കൊടുക്കുമ്പോൾ അടുത്ത ഓപ്ഷൻ വരും, ഈക്വലൻസി സർട്ടിഫിക്കറ്റ് PDF ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഈക്വലൻസി ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നോ കൊടുത്തു. അപ്പോൾ ഒരുവിധം ഉള്ളവർക്ക് തന്നെ നോ ആയിരിക്കും. അപ്പോൾ ഞാനതുകൊണ്ട് നോ ആഡ് കൊടുത്തു. അപ്പോൾ അടുത്ത ഓപ്ഷൻ വന്നു, അപ്ലോഡ് എ ഫോട്ടോ ഫ്രം ദ നോട്ടിഫിക്കേഷൻ ഇൻ ദ സാഗൽ ഗവൺമെൻറ് ആപ്പ് പ്രൊസീജിയർ സ്റ്റാർട്ട്. അതായത് നമ്മൾ ക്വാർട്ടർ വേ പ്രൊസീജിയർ അല്ലെങ്കിൽ MOH ഹയർ എഡ്യൂക്കേഷൻ്റെ പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടാവും സാഗൽ ആപ്പിൽ, അണ്ടർ പ്രോസസ്സ് എന്നും പറഞ്ഞ്. അതാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പം അത് ഫോട്ടോ എടുത്ത് സേവ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞാനത് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമ്മുടെ ഗ്രേഡ് എന്താണെന്ന്, ആ ഗ്രേഡ് ഞാനിപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തു. എൻ്റെ ഗ്രേഡ് എന്ന് പറയുന്നത് വെരി ഗുഡാണ്, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം
നമ്മൾ സേവ് പ്രോഗ്രസ് കൊടുക്കുക. സേവ് പ്രോഗ്രസ് കൊടുത്തതിന് ശേഷം വേണം സേവ് ആൻഡ് എക്സിറ്റ് കൊടുക്കുക. സേവ് ആൻഡ് എക്സിറ്റ് കൊടുത്തതിന് ശേഷം ബാക്കിൽ പോവുക. ബാക്കിൽ പോയി കഴിയുമ്പം ലിസ്റ്റ് ഓഫ് അക്കാഡമിക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. അതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇതിങ്ങനെ വന്ന് കിടക്കും. നമ്മൾ ഏത് സർട്ടിഫിക്കറ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്ന് ഇത് ചെയ്യുമ്പോൾ നമ്മൾ ഇത് കൊടുത്ത ഈക്വലൻറ്റ് സർട്ടിഫിക്കറ്റും എല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റും. ഇത് പെൻഡിങ് ടു അപ്രൂവൽ എന്നും പറഞ്ഞ് കിടപ്പുണ്ട്. ആ മിനിസ്ട്രി അത് ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് ആഡ് ചെയ്യണം, എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് എഡിറ്റ് ഓപ്ഷനിൽ അവരത് റിപ്ലൈ തരും. അപ്പോൾ നമുക്കത് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് സർട്ടിഫിക്കറ്റ്, ഈക്വലൻസി സർട്ടിഫിക്കറ്റും ഈക്വലൻസിക്ക് നമ്മൾ അയച്ച സർട്ടിഫിക്കറ്റും ഈ MOA GSS കൂടി അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള നല്ല നല്ല ഇൻഫർമേഷൻ വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതാണ്. താങ്ക് യു.